അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കാഴ്ച പരിമിതരുടെ ഓൾ കേരള ചെസ് ടൂർണമെന്റ് 14-15 തിരൂരിൽ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് കമ്മിറ്റിയും തിരൂരിലെ വിവിധ കൂട്ടായ്മകളും ചേർന്ന കാഴ്ച പരിമിതരായ ആളുകൾക്ക് ഓൾ കേരള ചെസ് ടൂർണമെന്റ് ഫെബ്രുവരി 14-15 തീയതികളിൽ തിരൂർ ബെഞ്ച്മാർക്ക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നും ഏകദേശം 100ഓളം വ്യത്യസ്ത പ്രായത്തിലുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള കാഴ്ച പരിമിതരായ വ്യക്തികൾ പങ്കെടുക്കും. 14 തീയതി രാവിലെ 10:30 തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്ത് ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ കാഴ്ചയില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഏക സംഘടനയാണ്. 1967 ഈ സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കീഴിൽ ജില്ലാ കമ്മിറ്റികൾ, താലൂക്ക് കമ്മിറ്റികൾ, അതേപോലെ തന്നെ വിവിധ ഫോറങ്ങൾ, വനിതാ, യൂത്ത്, വിദ്യാർത്ഥി, അധ്യാപക, തൊഴിലാളി, ലോട്ടറി, വിവിധ ഫോറങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തിരൂർ താലൂക്ക് കമ്മിറ്റി തിരൂരിലെ വിവിധ കൂട്ടായ്മകളും ചേർന്നിട്ടാണ് ഇങ്ങനൊരു ചെസ് പ്രോഗ്രാം നാളെയും മറ്റന്നാളുമായിട്ട് നടത്തുന്നത്. കാഴ്ചയില്ലാത്തവരുടെ വിവിധ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മളോട് കൂടെ സഹകരിച്ച ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കാഴ്ചയില്ലാത്തവരുടെ ഒരു ചെസ്സ് മറ്റുള്ള കളി പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ സാധാരണ കളിയും നമ്മുടെ കാഴ്ചയില്ലാത്തവരും ഒരേ നിയമത്തിൽ കളിക്കുന്ന ഒരു കളിയാണ്. ബോർഡിൽ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നും വിവിധ കാഴ്ചയില്ലാത്തവർ, ഏകദേശം 100ഓളം വരുന്ന കാഴ്ചയില്ലാത്തവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ ലെവലും നാഷണൽ ലെവലിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് കൂടി നമ്മുടെ കൂടെ ഈ ഒരു ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മൊയ്തു മെമ്മോറിയൽ എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര്. കേരളത്തിൻ്റെ കാഴ്ചയില്ലാത്തവരുടെ പ്രത്യേകിച്ചും തിരൂർ താലൂക്കിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്ന പരേതനായ മൊയ്തു എന്ന വ്യക്തിയുടെ പേരിലാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്. വിവിധ പദ്ധതികൾ മുൻകഴിഞ്ഞ വർഷങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ പരിപാടി നമ്മൾ നടത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളായിട്ടാണ് നമ്മുടെ ചെസ് ടൂർണമെൻറ്റ് ബെഞ്ച്മാർക്ക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നത്. നാളെ 10:30 തിരൂർ നിയോജക മണ്ഡലം MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവർകളാണ് നമ്മുടെ ഈ ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. 15 തീയതി വൈകിട്ട് നമ്മുടെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മന്ത്രി P. അബ്ദുറഹ്മാൻ സാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ തിരൂരിലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായിട്ട് നടപ്പിലാക്കാൻ ഞങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് അവരോടുള്ള നന്ദിയും സംഘടന പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കാഴ്ചാപരിമിതിയുള്ള ആളുകൾ കളിക്കുന്ന ചെസ് ബോർഡാണിത്. ഇത് സാധാരണ ചെസ് ബോർഡ്, എല്ലാവരും കളിക്കുന്ന ചെസ് ബോർഡ് തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണ് കാണാത്തൊരു കളങ്ങൾ കാണുന്നില്ലല്ലോ, അപ്പോൾ തൊട്ടിട്ടാണ് ഇത് കളിക്കുക. അപ്പോൾ ഈ വെള്ള കളം ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് നിൽക്കുക, തൊട്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ കറുത്ത ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കരുക്കൾ, ഇപ്പോൾ നമുക്ക് ഇത് കളിക്കണം എന്നുണ്ടെങ്കിൽ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വൈറ്റാണ്, ഇതിൻ്റെ മേലെ ഒന്നുമില്ല, ഒരു ഡോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബ്ലാക്ക് കരുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു കുത്ത് പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കിത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ വൈറ്റിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് എന്ത് നല്ലതിനെ, എന്ത് സാഹസികമായ എല്ലാ പ്രവർത്തനങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ദിലീപിനെ പോലുള്ള ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ്
ഈ ചെസ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആദ്യം ദൈവത്തിനെ സ്തുതിക്കുകയാണ്. നമുക്കൊക്കെ കാഴ്ച തന്ന ദൈവത്തിനെ, അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമ്മളെ പരീക്ഷിക്കാനാണ് ഇത്തരം ആളുകളെ നോക്കി പരിപാലിക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് പൂർണ്ണ കാഴ്ചയും പൂർണ്ണ ആരോഗ്യമുള്ള നമ്മളെപ്പോലുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ആദ്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്. കാരണം ഇത് ഏതെങ്കിലും 1-2 ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. സമൂഹം മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മളൊക്കെ പൂർണ്ണ തോതിലുള്ളൊരു മനുഷ്യരാവുകയുള്ളൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫെബ്രുവരി 15 ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്ത് ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ കേരള കായിക ന്യൂനപക്ഷ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. തിരൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും കൌൺസിലർമാരും തിരൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും. ഇതു സംബന്ധിച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ KFB തിരൂർ താലൂക്ക് സെക്രട്ടറി നൂറുദ്ദീൻ കെ, KFB തിരൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി നിസാബുദ്ദീൻ കെ, KFB തിരൂർ താലൂക്ക് നിർവാഹക സമിതി അംഗം യൂനുസ് എ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബാവ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അബ്ദുസമദ് ക്രസൻ, ദിലീപ് അമ്പായത്തിൽ, മൊയ്തീൻ ഷാ മലാപ്പറമ്പിൽ, പരമേശ്വരൻ M എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.